ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. അന്നമനട എക്കാട്ടിത്തോട്ടിലൂടെ ഒഴുകിയെത്തുന്നത് മലിനജലമെന്ന് ആരോപണം. മത്സ്യങ്ങളുടെ പ്രജനന കാലമായതിനാൽ ജലത്തിലെ മലിനീകരണം പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്നു. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം. KSRTC ബസ്സിൽ യാത്ര ചെയ്യവേ യുവതിക്ക് പ്രസവ വേദന. ബസ് ആശുപത്രിയിലെത്തുന്നതിന് മുൻപ് യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അന്നമനട എക്കാട്ടിത്തോടിലൂടെ ഒഴുകിയെത്തുന്നത് മലിനജലമെന്ന് ആരോപണം. മത്സ്യങ്ങളുടെ പ്രജനന കാലമായതിനാൽ ജലത്തിലെ മലിനീകരണം പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി വെള്ളത്തിന് നിറമാറ്റവും ദുർഗന്ധവും അനുഭവപ്പെടുന്നതായി നാട്ടുകാർ പറയുന്നു. വൈന്തല, പൊറക്കുളം, വെണ്ണിപ്പാടം നോർത്ത്, വെണ്ണിപ്പാടം സൗത്ത്, കരിക്കാട്ടിച്ചാൽ, ചിറയംചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകൾ കാർഷിക ആവശ്യങ്ങൾക്കും മറ്റുമായി ഈ തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇപ്പോൾ തോട്ടിലെ വെള്ളത്തിന്റെ നിറമാറ്റവും ദുർഗന്ധവും ജനങ്ങളിൽ ആശങ്ക ഉണർത്തുന്നു. കുറച്ച് ദിവസങ്ങളിലായി വെള്ളത്തിന് നിറമാറ്റവും ദുർഗന്ധവും അനുഭവപ്പെടുന്നതായി നാട്ടുകാർ പറയുന്നു. മലിനീകരണം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് സംശയം. മത്സ്യങ്ങളുടെ പ്രജനന കാലമായതിനാൽ ജലത്തിലെ മലിനീകരണം പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, വെള്ളം ഒഴുകിയെത്തിയ പാടത്തെ പുല്ലുകൾ കരിഞ്ഞ് കറുത്ത നിറമായതായും പറയുന്നു. അധികൃതർ ജലം പരിശോധന നടത്തി ജലമലിനീകരണത്തിനുള്ള കാരണം കണ്ടെത്തണമെന്നും ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കണ്ടെത്തണമെന്നുമാണ് ആവശ്യം. കഴിഞ്ഞ ദിവസം പെരിയാറിൽ നടന്ന മത്സ്യക്കുരുതിയാണ് പുറക്കുളത്ത് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. 2019 മെയ് 29 അന്നമനട പുഴയിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തിയത്. ആ മത്സ്യമരണം ജൂൺ 1 വരെ തുടർന്നു. അന്ന് പ്രകോപിതരായ ജനങ്ങൾ ചത്ത വാളയെ കെട്ടിത്തൂക്കി അന്നമനട പഞ്ചായത്ത് ഓഫീസിലേക്ക് വലിയ മാർച്ച് നടത്തുകയും ചെയ്തു. മറ്റൊരിക്കൽ കരിക്കാട്ടുചാലിൽ വേനലിൽ മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയിട്ടുണ്ട്. മാള കനാലിലും മത്സ്യമരണം നടന്നിട്ടുണ്ട്. അശ്രദ്ധമായ മാലിന്യ നിക്ഷേപമായിരുന്നു അതിന് കാരണമെന്ന് അക്കാലത്ത് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ചത്തുപൊന്തിയ മത്സ്യങ്ങളെക്കുറിച്ച് മാത്രം രോദനമുയരുമ്പോൾ ജലത്തിന്റെ നിറം മാറുന്നതിനെക്കുറിച്ച് അധികൃതർ മൗനം പാലിക്കുന്നതാണ് ഏറ്റവും കുറ്റകരം. മീഡിയ ടൈം, മാള. മതിലകം തൃപ്പേക്കുളത്ത് കനോലി കനാലിൽ കൂടുകെട്ടി കൃഷി ചെയ്തിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം സ്ഥാപിച്ച മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയത്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് മതിലകം സ്വദേശി ഏക്കണ്ടി വീട്ടിൽ ഗതിജാബി മാഹിൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ 5 ലക്ഷത്തോളം രൂപ ചിലവിട്ട് മത്സ്യകൃഷി ആരംഭിച്ചത്. 2000 കളാഞ്ചി, 1000 കരിമീൻ കുഞ്ഞുങ്ങളെയുമാണ് പുഴയിൽ കൂടുകെട്ടി വളർത്തിയിരുന്നത്. ഇതിൽ പകുതിയിലധികം ചത്തതായി വീട്ടുകാർ പറഞ്ഞു. കനത്ത മഴയിൽ കനോലി കനാലിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതും മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകിയെത്തിയതും മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമായതായി പറയുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് വന്നിട്ടുള്ളത്. വാർഡ് മെമ്പർ OA ജെൻട്രിൻ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം. നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ജൂൺ 9 അർദ്ധരാത്രിക്ക് മുമ്പായി തൃശൂർ ജില്ലയുടെ തീരപ്രദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഇതര സംസ്ഥാന യന്ത്രവത്കൃത ബോട്ടുകളും കേരള തീരം വിട്ടുപോകണമെന്ന് ജില്ലാതല യോഗത്തിൽ നിർദ്ദേശം നൽകി. മറ്റ് ബോട്ടുകൾ അതാത് ബേസ് ഓഫ് ഓപ്പറേഷനിൽ ആങ്കർ ചെയ്യേണ്ടതുമാണ്. പരമ്പരാഗത വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള ട്രോളിംഗും ഈ കാലയളവിൽ അനുവദിക്കില്ല. ട്രോളിംഗ് നിരോധന സമയത്ത് കടലിൽ പോകുന്ന ഒരു വലിയ വള്ളത്തോടൊപ്പം ഒരു കാരിയർ വള്ളവും മാത്രമേ അനുവദിക്കൂ. ഇവയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അതാത് മത്സ്യഭവൻ ഓഫീസിൽ യാനം ഉടമകൾ റിപ്പോർട്ട് ചെയ്യണം. ട്രോളിംഗ് നിരോധന കാലയളവിൽ ജില്ലയുടെ തീരപ്രദേശത്തും ഹാർബറുകളിലും മറ്റും പ്രവർത്തിക്കുന്ന ഡീസൽ ബങ്കുകൾ, യന്ത്രവത്കൃത ബോട്ടുകൾക്ക് യാതൊരു കാരണവശാലും ഇന്ധനം നൽകരുത്. നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. കൂടാതെ കായലിനോടോ ജെട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഡീസൽ ബങ്കുകൾ ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ തുറന്ന് പ്രവർത്തിക്കരുത്. ഇൻബോർഡ് വള്ളങ്ങൾക്ക് ഡീസൽ ലഭ്യമാക്കുന്നതിന്
തിരഞ്ഞെടുത്ത മത്സ്യഫെഡ് ബങ്കുകൾ അനുവദിക്കാം. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. എസ്തൻപുരത്ത് ഒരു മാസത്തോളമായി കുടിവെള്ളം കിട്ടാതായതോടെ ദേശീയപാത നിർമ്മാണം തടഞ്ഞ നാട്ടുകാർ. ഉച്ചയോടെ പൈപ്പ് ശരിയാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതോടെ നാട്ടുകാർ സമരം നിർത്തി. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് സമരത്തിൽ പങ്കെടുത്തത്. എസ്തൻപുരം പഞ്ചായത്തിലെ പൊരിബസാർ കിഴക്ക് ഭാഗത്ത് ദേശീയപാത നിർമ്മാണത്തിനായി കുടിച്ചപ്പോൾ പൈപ്പ് പൊട്ടി. കുടിവെള്ളം മുടങ്ങിയത് പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലാതായപ്പോഴാണ് നാട്ടുകാർ സംഘടിച്ച് പണി തടസ്സപ്പെടുത്തിയത്. സംഭവം അറിഞ്ഞ് മതിലകം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഉച്ചയോടെ പൈപ്പ് ശരിയാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതോടെ നാട്ടുകാർ സമരം നിർത്തി. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് സമരത്തിൽ പങ്കെടുത്തത്. ഉച്ചയോടെ പൈപ്പ് പൊട്ടിയത് പുനഃസ്ഥാപിച്ചു. വാർഡ് മെമ്പർ നൌഷാദ് PA, CDS ചെയർപേഴ്സൺ ആമിന അൻവർ, ജാസർ ഇക്ബാൽ, ഷെഫിക് KH, രാജു PR, റഷീദ് പുതുവീട്ടിൽ, അനിൽകുമാർ MA തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. KSRTC ബസ്സിൽ യാത്ര ചെയ്യവേ യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടു. തുടർന്ന് ബസ് ആശുപത്രിയിലേക്ക് തിരിച്ചുവിട്ടെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകി. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. യാത്രക്കാരിയായ യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെട്ടതോടെ KSRTC ബസ് ആശുപത്രിയിലേക്ക് തിരിച്ചുവിട്ടു. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ബസ്സിൽ പ്രസവം പൂർത്തിയായി. ഇതോടെ ഡോക്ടറും നഴ്സും ബസ്സിൽ കയറി കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു. തൃശൂർ തൊട്ടിപ്പാലം KSRTC ബസ്സിൽ യാത്ര ചെയ്യവെയാണ് യുവതിക്ക് പ്രസവ വേദന തുടങ്ങിയത്. തിരുനാവായ മൺട്രോ വീട്ടിൽ ലിജീഷിന്റെ ഭാര്യ സെറീനയാണ് ബസ്സിൽ പെൺകുട്ടിക്ക് ജന്മം നൽകിയത്. തൃശൂരിൽ നിന്നും തിരുനാവായിലേക്ക് പോവുകയായിരുന്ന സെറീനയ്ക്ക് പേരാമംഗലത്ത് വെച്ച് പ്രസവ വേദന അനുഭവപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് ബസ് അമല ആശുപത്രിയിലേക്ക് തിരിച്ചുവിട്ടു. ബസ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും പ്രസവത്തിന്റെ 80% പൂർത്തിയായിരുന്നു. തുടർന്ന് ആശുപത്രിയിലെ ഡോക്ടറും നഴ്സും ബസ്സിൽ വെച്ച് തന്നെ പ്രസവമെടുത്തു. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യത. കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും ജൂൺ 2 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് അതിശക്ത മഴ മുന്നറിയിപ്പ് നൽകുന്നത്. തിരുവനന്തപുരം, ഇടുക്കി, തൃശൂർ എന്നിവിടങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മധ്യ-തെക്കൻ മേഖലകളിൽ മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. മൺസൂൺ കാറ്റ് ശക്തി പ്രാപിച്ചതും തെക്കൻ തമിഴ്നാടിന് മുകളിൽ തുടരുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനഫലമായാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നത്. സംസ്ഥാനത്ത് പൊതുവെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് രാവിലെ ഉണ്ടായത്. വിവിധയിടങ്ങളിൽ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ കരകവിഞ്ഞ തോടുകളും കൈവരികളും വെള്ളക്കെട്ടുകളും മഴ മാറി നിന്നതോടെ ഇറങ്ങിത്തുടങ്ങി. ഇന്ന് പെയ്ത മഴയിൽ എവിടെയും മഴയുമായി ബന്ധപ്പെട്ട് കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. കനത്ത മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന കാറ്റിനും ഇടിമിന്നലിനും ഇന്ന് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും കടലാക്രമണ സാധ്യതയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തെക്കൻ കേരള തീരം, ലക്ഷദ്വീപ് തീരം എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയാണ്. 3 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. കാലവർഷം കൂടിയെത്തിയാൽ സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമുണ്ടാകില്ല. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഇനി നാട്ടിൽ നടന്നത്. മഴ കനത്തതോടെ കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ കടലാക്രമണം തുടങ്ങി. എടവലങ്ങ് പഞ്ചായത്തിലെ കരുവാക്കടപ്പുറത്താണ് കടൽക്ഷോഭം രൂക്ഷമായിട്ടുള്ളത്. വാക്കടപ്പുറത്ത് വളവത്ത് സജി, പാണ്ഡികശാലയ്ക്കൽ സുരേഷ്, പോണത്ത് ശാരദ എന്നിവരുടെ വീടുകളിൽ കടൽ കയറി. കടൽക്ഷോഭം തുടർന്നാൽ ഈ വീടുകൾക്ക് കേടുപാട് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ. മറ്റു 12ഓളം വീടുകളും കടലാക്രമണ ഭീഷണി നേരിടുന്നുണ്ട്. കടൽ ഭിത്തിയില്ലാത്തതിനാൽ ഇവിടെ ശക്തമായ തിരമാല വീടുകളിലേക്ക് നേരിട്ട് അടിച്ചു കയറുന്ന അവസ്ഥയാണുള്ളത്. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി വാങ്ങിക്കഴിച്ച വീട്ടമ്മ മരിക്കാനിടയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് പിഴവ് പറ്റിയെന്ന് ആരോപിച്ച് കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റി പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ സമരം നടത്തി. നുസൈബയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ വിട്ടു നൽകിയത് ആരോഗ്യവകുപ്പിന് പറ്റിയ പിഴവാണെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് സമരം ഉദ്ഘാടനം ചെയ്തു. KV ചന്ദ്രൻ അധ്യക്ഷനായി.
CPI മാള മണ്ഡലം കമ്മിറ്റി VK രാജൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPI മാള മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ CPI മാള മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം TN വേണു അനുസ്മരണ പ്രഭാഷണം നടത്തി. VM വത്സൻ, MK ബാബു, അലി PK, രതീഷ് ശാന്തി, VS ഗോപാലകൃഷ്ണൻ, സുർജിത് KR, ജോബി കാച്ചപ്പള്ളി, BK നാരായണൻ, അജയൻ CC എന്നിവർ പങ്കെടുത്തു. AIYF ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പുത്തഞ്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ മാള മണ്ഡലത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. AIYF മാള മണ്ഡലം സെക്രട്ടറി VS ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. UV വാസുദേവൻ, ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് ക്യാപ്റ്റൻ സനീഷ് പടിയഞ്ചേരി, സുജിത് ലാൽ, PP അരുൺ, KK യൂസഫ്, സജിൻ സദാനന്ദൻ, KR സുർജിത്, അഭിലാഷ് മോഹൻ, സ്കൂൾ ഇൻചാർജ് ജീന ജോസ്, PTA പ്രസിഡന്റ് സാബു ആനാമ്പലത്ത്, MPTA പ്രസിഡന്റ് വിജിര ദിലീപ് എന്നിവർ നേതൃത്വം നൽകി. കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിച്ച ജനകീയ നേതാക്കളാണ് VK രാജനും US ശശിയും എന്ന CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. CPI മാള മണ്ഡലം സംഘടിപ്പിച്ച VK രാജൻ US ശശി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി VS സുനിൽകുമാർ US ശശി സ്മാരക അവാർഡ് വിതരണം നിർവഹിച്ചു. KV വസന്തകുമാർ, TN വേണു, VM വത്സൻ, ഹക്കീം, ഇന്ദിര ദിവാകരൻ, ബാബു MK, ബിന്ദു ബാബു, സഖാവ് US ശശി സ്മാരക അവാർഡ് ജയറാവ് CA വിജയൻ എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് അന്നമനട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LDF ഭരിക്കുന്ന അന്നമനട ഗ്രാമപഞ്ചായത്തിന്റെ ഭരണപരാജയങ്ങൾക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. V അബ്ദുൽ കരീം ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK തിലകൻ അധ്യക്ഷത വഹിച്ചു. PD ജോസ്, NS വിജയൻ, KK രവി നമ്പൂതിരി, KA ഇക്ബാൽ, TK രമേശൻ, ലളിത ദിവാകരൻ, സുനിത സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയിൽ കൂടപ്പുഴ തടയണ നിറഞ്ഞൊഴുകി. കൂടപ്പുഴയിലേതടക്കമുള്ള തടയണകൾ നിറഞ്ഞൊഴുകിയതോടെ പോലീസ് ഫയർഫോഴ്സും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. 3 അടിയോളം വെള്ളമാണ് ചാലക്കുടി പുഴയിൽ ഉയർന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പരിയാരം, CSR, കൂടപ്പുഴ, ആറാട്ടുകടവ്, അന്നനാട്, അറങ്ങാലി തുടങ്ങിയ കടവുകളിൽ കാര്യമായ രീതിയിൽ വെള്ളം ഉയർന്നിരിക്കുകയാണ്. CSR തടയണയിലെ ഷട്ടർ മാറ്റാതിരുന്നതിനാൽ ദിവസങ്ങൾക്ക് മുമ്പ് കപ്പത്തോട്ടിൽ നിന്നും വെള്ളം കയറി 100 ഏക്കറിൽ പരം സ്ഥലത്തെ കൃഷിക്ക് നാശം സംഭവിച്ചിരുന്നു. പട്ടികജാതി ക്ഷേമ സമിതി മധ്യമേഖലാ കൺവെൻഷൻ നടത്തി. അങ്കമാലി CSA ഹാളിൽ നടന്ന കൺവെൻഷനിൽ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K സോമപ്രസാദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് K ശാന്തകുമാരി അധ്യക്ഷയായി. സംസ്ഥാന പ്രസിഡന്റ് വണ്ടിത്തറം മധു, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ V പൊന്നുകുട്ടൻ, KG സത്യൻ, PO സുരേന്ദ്രൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ, CK ഗിരിജ, KV രാജേഷ്, ഷിബു, ഉഷാകുമാരി, KK സുരേഷ് ബാബു, VR ശാലിനി എന്നിവർ സംസാരിച്ചു. കുഴൽക്കിണർ കുടിവെള്ള പദ്ധതി സ്കൂളിന് സമർപ്പിച്ചു. പുത്തുഞ്ഞിറ സൗത്ത് GLP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി മരക്കാപ്പറമ്പിൽ സനീഷിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച കുഴൽക്കിണർ കുടിവെള്ള പദ്ധതി സനീഷിന്റെ പുത്രൻ അമീൻ അബ്ദുൾ ഷുക്കൂർ നാടിനായി സമർപ്പിച്ചു. തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമർപ്പണ സമ്മേളനം പുത്തുഞ്ഞിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ MM ഷമേജ് അധ്യക്ഷത വഹിച്ചു. സംഘടക സമിതി കൺവീനറായ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ CP ജയശ്രീ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, MPTA പ്രസിഡന്റ് ശ്വേത, അബ്ദുൾ റസാഖ്, അബ്ദുൾ ഷുക്കൂർ, MP സുധാകരൻ, സീനത്ത്, സിദ്ദിഖ് തോട്ടുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. CPI പുത്തുഞ്ഞിറ ലോക്കൽ കമ്മിറ്റിയിലെ വിവിധ ബ്രാഞ്ചുകളിൽ VK രാജൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. TN വേണു, KV സുജിത് ലാൽ, AP വിദ്യാധരൻ, UV വാസുദേവൻ, TA കാസിം, UV വിശ്വനാഥൻ, CT ദേവസി, സിദ്ദിഖ് തോട്ടുങ്ങൽ, CK കുട്ടൻ, ES ലോഹിതാക്ഷൻ, സനീഷ് പടിയഞ്ചേരി എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ നേതൃത്വം നൽകി. കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാഷണൽ NGO കോൺഫെഡറേഷന്റെ സഹകരണത്താൽ 50% സാമ്പത്തിക സഹായത്തോടെ സ്കൂൾ കിറ്റ് വിതരണം കിഡ്സ് ക്യാമ്പിൽ വെച്ച് സംഘടിപ്പിച്ചു. 600 സ്കൂൾ കിറ്റുകളാണ് കിഡ്സ് വിതരണം ചെയ്തത്. കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷനായി. കിറ്റ് വിതരണോദ്ഘാടന ചടങ്ങ് MLA സുനിൽകുമാർ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. അന്നമനട എക്കാട്ടിത്തോട്ടിലൂടെ ഒഴുകിയെത്തുന്നത് മലിനജലമെന്ന് ആരോപണം. മത്സ്യങ്ങളുടെ പ്രജനന കാലമായതിനാൽ ജലത്തിലെ മലിനീകരണം പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്നു. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം.
KSRTC ബസ്സിൽ യാത്ര ചെയ്യവേ യുവതിക്ക് പ്രസവ വേദന. ബസ് ആശുപത്രിയിലെത്തുന്നതിന് മുൻപ് യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.